കരിമണൽ വിഷയത്തിൽ നിയമ സംവിധാനത്തിന് പോരായ്മ സംഭവിച്ചുവെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. സർക്കാരിന്റെ അപ്പീൽ വൈകിയത് അന്വേഷിക്കുമെന്ന് പറഞ്ഞ സുധീരൻ വിഷയത്തിൽ നിയമപരമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അറിയിച്ചു. ആലപ്പുഴ പട്ടണത്തിൽ ജനപക്ഷയാത്രയ്ക്ക് നൽകിയ സ്വീകരണം ഏറ്റുവാങ്ങിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. താറാവ് കർഷകരുടെ ബാങ്ക് വായ്പ എഴുതിത്തള്ളുന്നതിനെ സംബന്ധിച്ച് ഗൗരവമായി സർക്കാർ പരിഗണിക്കണം. ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ സഹായം കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ബാങ്ക് വായ്പ അതിൻ്റെ കടബാധ്യതയിൽ നിന്നും അവരെ ഒഴിവാക്കേണ്ടത് ആവശ്യമാണ്. ഈ കാര്യം വളരെ അടിയന്തരമായ ശ്രദ്ധയിൽ ഉണ്ടാകണം. അപ്പോൾ നഷ്ടപരിഹാര തുക കയ്യോടെ തന്നെ കൊടുക്കാൻ, എത്രയും വേഗത്തിൽ കൊടുക്കാനുള്ള നടപടികൾ അത് ഊർജിതപ്പെടുത്തണം. CPM അവരുടെ പേരിൽ നടപടി സ്വീകരിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ ഈ സംഭവത്തിൻ്റെ പിന്നിലെ ആസൂത്രണവും ഗൂഢാലോചനയും അത് പുറത്തു കൊണ്ടുവരേണ്ടത് വളരെ ആവശ്യമാണ്. ഇതിനകത്ത് സർക്കാരിൻ്റെ നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആ ഒരു സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ചില പോരായ്മ വന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്, അതിലൊന്നും തർക്കമില്ല. അപ്പോൾ അത് പരിശോധിക്കുകയും ഈ കാര്യത്തിൽ നിയമപരമായി എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ചെയ്യേണ്ടത് ആ കാര്യം സംബന്ധിച്ച് നിയമവിദഗ്ധരുമായി ചർച്ച ചെയ്തുകൊണ്ട് തന്നെ നിയമപരമായ തുടർ നടപടികളുമായിട്ട് മുന്നോട്ട്. താറാവ് കർഷകരുടെ വായ്പ എഴുതിത്തള്ളണമെന്നും ഇതിനായി കേന്ദ്ര സർക്കാരിന്റെ സഹായം അഭ്യർത്ഥിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കർഷകർക്കുള്ള നഷ്ടപരിഹാരം വേഗത്തിലാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. P. കൃഷ്ണപിള്ള സ്മാരകം തകർത്ത സംഭവത്തിന് പിന്നിലെ ആസൂത്രണവും ഗൂഢാലോചനയും പുറത്തുകൊണ്ടുവരണമെന്നും VM സുധീരൻ അഭിപ്രായപ്പെട്ടു. ജനപക്ഷയാത്രയെക്കുറിച്ചുള്ള SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ അഭിപ്രായം സ്വാഭാവികമാണെന്നും വ്യക്തിപരമായ നഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായമെന്നും VM സുധീരൻ കൂട്ടിച്ചേർത്തു. ബാർക്കോഴ വിഷയത്തിൽ വിശ്വാസയോഗ്യമല്ലാത്ത ആരോപണത്തിന്റെ പിന്നാലെ പോയതാണ് LDFൽ തർക്കമുണ്ടാകാൻ കാരണമെന്നും സുധീരൻ ചൂണ്ടിക്കാട്ടി.